ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ സംബന്ധമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതായത് നവംബർ 1-ാം തീയതി കേരള പിറവി ദിനത്തിൽ നമുക്ക് പുതിയ റേഷൻ കാർഡ് വരികയാണ് എന്നുള്ളത്. ഈ റേഷൻ കാർഡ് വരുന്നതിന് മുമ്പായിട്ട് അടുത്ത മാസം 15-ാം തീയതിക്ക് മുമ്പായിട്ട്, അതായത് ഒക്ടോബർ 15-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടായിരുന്നു. അതായത് അക്ഷയ സേവാ കേന്ദ്രങ്ങളിൽ പോയിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. സ്വന്തമായിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പണമടക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയൂ. കാരണം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഈ ഓരോ മാറ്റലിനും പണം നൽകേണ്ടതുണ്ട്. ഇതിനും വയസ്സ് തിരുത്തുന്നതിനും മേൽവിലാസം തിരുത്തുന്നതിനും ജോലി തിരുത്തുന്നതിനൊക്കെ നമ്മൾ ഇതിന് പണം നൽകേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ആദ്യം സൗജന്യമായിരുന്നു. ഇത്തരം സേവനങ്ങളൊക്കെ പണം നൽകേണ്ടി വരും. മാത്രമല്ല ഇതൊക്കെ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ സേവാ കേന്ദ്രത്തിലൊക്കെ പോയി ചെയ്യുമ്പോൾ അവർക്കൊരു ഫീസ് നൽകേണ്ടി വരും. അതിന് പുറമെയാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും പണം നൽകേണ്ടി വരും എന്നുള്ളതാണ്. അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മളിങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ പോയി തിരുത്തണം എന്ന്, പക്ഷേ ഇതൊന്നും സൗജന്യമല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പുതിയ റേഷൻ കാർഡിലേക്ക് എല്ലാ ആളുകളും ചോദിക്കുന്നു ആരെയാണ് ചേർക്കാൻ കഴിയുക എന്ന്. അപ്പോൾ പുതിയ കുട്ടികളെ, ചെറിയ കുട്ടികളൊക്കെ നമുക്ക് റേഷൻ കാർഡിലേക്ക് ചേർക്കാൻ കഴിയും. റേഷൻ കാർഡിലേക്ക് ചേർക്കണമെങ്കിൽ ആധാർ കാർഡ് ഉണ്ടാവണം എന്നുള്ളതാണ്. ആധാർ കാർഡ് നമുക്ക് ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളെയാണ് സമീപിക്കേണ്ടത്. ആധാർ കാർഡുള്ള എല്ലാ കുട്ടികളെയും ചേർക്കാവുന്നതാണ്. ഒരു വിഭാഗത്തെ നമുക്ക് റേഷൻ കാർഡിലേക്ക് പുതുതായി ആഡ് ചെയ്യാൻ കഴിയുന്നത് വധുവിനെയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ വെച്ചിട്ട് വരൻ്റെ വീട്ടിലേക്കാണ് വധു വരുന്നത്. വരൻ്റെ വീട്ടിലെ റേഷൻ കാർഡിലേക്ക് വധുവിനെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് മാറ്റി ചേർക്കുകയാണ് ചെയ്യുക. മറ്റേ കാർഡിൽ നിന്ന് ഇതിലേക്ക് മാറ്റി ചേർക്കുകയാണ് ചെയ്യുക. അവരുടെ ആധാർ കാർഡ് അഡ്രസ്സിലേക്ക് മാറ്റി അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ അറിവ്. പക്ഷേ ഇന്നലെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിരുന്നു അത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ അദ്ദേഹത്തിൻ്റെ വധുവിനെ മാറ്റി ചേർത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ കൂടുതലൊന്നും അന്വേഷിക്കുക. ഞാനും ഒന്ന് അന്വേഷിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.